ഹലോ. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്ന് പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ഇത് തോന്നിയതുകൊണ്ട് ചെയ്യാൻ തോന്നി. കാരണം ഇനി അങ്ങോട്ട് കുറച്ച് പ്രോഗ്രാംസ് നമുക്കിങ്ങനെ വരുന്നുണ്ട്. ഇന്നലെ രാത്രിയിലൊരു സംഭവം ഉണ്ടായി. വളരെ വളരെ യാദൃശ്ചികമായിട്ട് എന്നെ ഒരു HR വിളിച്ചു. പുള്ളിയുടെ അടുത്ത് ഞാൻ നേരത്തെ ഒരു പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് തിരിച്ച് വിളിച്ചപ്പോൾ ഞാൻ ഓർത്തു ആ പ്രോഗ്രാം കൺഫേം ചെയ്യാനായിട്ട് വല്ലതായിരിക്കുമെന്ന്. പക്ഷെ അല്ല. പുള്ളി വിളിച്ചത് വേറൊന്നുമല്ല. എന്നെ വിളിച്ചിട്ട് ചോദിച്ചത് ഇതാണ്. "ഷിബിൻ, എനിക്കൊരു നാളെ ഒരു പ്രോഗ്രാമുണ്ട്. വളരെ അത്യാവശ്യമായിട്ട് എനിക്കൊരു 2, 3 ഗെയിംസ് പറഞ്ഞു തരണം" എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, "സാർ, ഗെയിംസ് എന്തിനാണ് നടത്തുന്നതെന്ന്?" ചോദിച്ചു. ജസ്റ്റ് എംപ്ലോയി എൻഗേജ്മെന്റ് എന്നാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ. അപ്പോൾ അതിന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് ഗെയിംസ് ഉണ്ടാവും. എംപ്ലോയി എൻഗേജ്മെന്റിന് വേണ്ടിയുള്ള ഒരുപാട് ഗെയിംസ് നമുക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സ്പീരിയൻഷ്യൽ ഫെസിലിറ്റേഷനിൽ നമ്മൾ ഗെയിംസിനല്ല പ്രാധാന്യം. അവിടെ കോണ്ടന്റിനും എക്സ്പീരിയൻസസിനുമാണ് പ്രാധാന്യം. അവിടുത്തെ മനുഷ്യർക്കുമാണ് പ്രാധാന്യം. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സ്പീരിയൻഷ്യൽ ഫെസിലിറ്റേഷന് നമ്മളൊരു ഡിസൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി 4 റൂൾസ് നമ്മൾ കൃത്യമായിട്ട് നോക്കണമെന്നാണ് പറയുന്നത്. പൈസ് എന്ന് പറയും. ഫിസിക്കൽ സേഫ്റ്റി നമ്മൾ എൻഷുർ ചെയ്യണം. അതായത് അവിടെ വരുന്ന ഓരോ മനുഷ്യരുടെയും ഫിസിക്കൽ സേഫ്റ്റി എൻഷുർ ചെയ്യണം നമ്മൾ ഒരു ആക്ടിവിറ്റി ഡിസൈൻ ചെയ്യും. രണ്ടാമത്തെ കേസാണ് ഇന്റലക്ച്വൽ സേഫ്റ്റി. ഇന്റലക്ച്വൽ സേഫ്റ്റി ഒരു മനുഷ്യന്റെ ഭൗതികമായിട്ടുള്ള കാര്യത്തെ എങ്ങനെ ബാധിക്കാതെ, അല്ലെങ്കിൽ അയാളുടെ കൺസെപ്റ്റിനെ പല രീതിയിലുള്ള ചിന്താഗതികളുള്ള മനുഷ്യരുണ്ട്. അപ്പം അതിനെ ബാധിക്കാതെ നമ്മൾ ഡിസൈൻ ചെയ്യണം. രണ്ടാമതാണ് ഇമോഷണൽ സേഫ്റ്റി. ആരെയും എന്താ പറയാ, ഇപ്പൊ നമ്മളെ ട്രെയിനിങ്ങിന്റെ സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നോ ബ്ലെയിം നോ ഷെയിം എന്നുള്ളത്. ആരെയും ഉപദ്രവിക്കാത്ത രീതിയിൽ, ഇമോഷണലി ഉപദ്രവിക്കാത്ത രീതിയിൽ വേണം നമ്മുടെ ഗെയിംസ് ഡിസൈൻ ചെയ്യാൻ. ഏറ്റവും അവസാനത്തെ ഇതെന്ന് പറയുന്നത് സോഷ്യൽ സേഫ്റ്റി. സോഷ്യൽ സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ വരുന്നത് ഒരു സോഷ്യൽ, നമ്മളെ മനുഷ്യരെല്ലാം ഒരു സോഷ്യൽ ആനിമലാണ്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഇണങ്ങുന്ന ഒരു ആക്ടിവിറ്റീസ് വേണം ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 4 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇനി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് മാത്രമല്ല നമ്മൾ ഒരു ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഇതിന് നമുക്ക് ആദ്യമേ തന്നെ വേണ്ടത് ഐസ് ബ്രേക്കിംഗ് എന്ന് പറയും. ഐസ് ബ്രേക്കിംഗ് ചെയ്ത്, അതായത് ഐസ് ബ്രേക്ക് ചെയ്ത് ആ സെഷനിലേക്ക് പൂർണ്ണമായിട്ട് കൊണ്ടുവരികയാണ് ആ ഒരു ഇത് ചെയ്യുന്നത്. രണ്ടാമത്തത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീ ഇൻഹിബിഷൻസ്. അതായത് പല സാഹചര്യത്തിൽ നിന്ന് പല രീതിയിൽ വരുന്ന മനുഷ്യരാണ്. ആ മനുഷ്യരെ എല്ലാവരെയും ഒരേ കൺസെപ്റ്റിൽ, ഒരേ കൊടക്കഴിയിൽ നമ്മൾ ആക്കി ആ ഒരു കോണ്ടന്റിന് വേണ്ടി നമ്മൾ അവരെ റെഡിയാക്കുന്നതാണ് ഡീ ഇൻഹിബിഷൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് മെറ്റഫറിക് ആക്ടിവിറ്റീസ്. മെറ്റഫറിക്കിലാണ് ഈ മേജർ കോണ്ടന്റിന്റെ എല്ലാം ഇരിക്കുന്നത്. ഇപ്പം പറയുവാണെങ്കിൽ എറൗണ്ട് ഒരു 50-50 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 50% കോണ്ടന്റും 50% മെറ്റഫറിക് ആക്ടിവിറ്റീസ് ആയി. ഇനി കുറേ നേരം നമ്മൾ ഒരേ സാരി തന്നെ നമ്മളിങ്ങനെ, അല്ലെങ്കിൽ ഒരേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു എനർജി ഡൗൺ ആവും. ആ എനർജി ഡൗൺ ആവുന്ന സമയത്ത് എനർജി അപ്പ് ചെയ്യാൻ വേണ്ടിയാണ് എനർജൈസേഴ്സ് കൊടുക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഇതിന്റെ ഫൈനൽ ലാസ്റ്റ് വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അതായത് ടേക്ക് അവേ. അതായത് ഇവർ ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഇവർക്ക് കിട്ടുന്ന ഒരു ടേക്ക് അവേ ഉണ്ടാവും. അതിന് നമ്മൾ പറയുന്നതാണ് ഐസോമെട്രിക് സെഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചിന്തിച്ച്, അതൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻഷ്യൽ ഫെസിലിറ്റേറ്ററിന് മാത്രമേ ഈ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഈ കണ്ടന്റ് അടിപൊളിയായിരിക്കും. താങ്ക്